ദശകം 16 ആരംഭിക്കുന്നു. നരനാരായണ അവതാരവും ദക്ഷയാഗവും. ശ്ലോകം 1. ദക്ഷോ വിരിഞ്ചതനയോഥ മനോസ്തനൂജാം ലബ്ധോ പ്രസൂതിമിക ഷോഡശചാപകന്യാഃ ധർമ്മേ ത്രയോദശ ദദൗ പിതൃഷു സ്വതാം ച സ്വഹാം ഹവിർഭുജി സതീം ഗിരിശേ ത്വദംശേ. ഇതിൽ ദക്ഷൻ വിരിഞ്ച തനയോ അഥ മനോസ്തനൂജാം ലബ്ധ്വാ പ്രസൂതിമിക ഷോഡശ ചാപകന്യാഃ. ദക്ഷ പ്രജാപതിക്ക് വിരിഞ്ചതനയൻ ആ ബ്രഹ്മാവിൻ്റെ മകനായ ദക്ഷൻ എന്നാണ്. ദക്ഷോ വിരിഞ്ചതനയോ ആ ബ്രഹ്മാവിൻ്റെ മകനായ ദക്ഷൻ എന്ന് വെച്ചാൽ ഈ ബ്രഹ്മാവിൻ്റെ ഓരോരോ അംഗങ്ങളിൽ നിന്നുണ്ടായതാണ് ഓരോരുത്തർ. അതിൽ അങ്ങനെ 10 പുത്രന്മാരുണ്ടായതിൽ 9ാമത്തതാണ് ദക്ഷൻ എന്നാണ് പറയുന്നത്. ബ്രഹ്മാവിൻ്റെ പെരുവിരലിൽ നിന്നുണ്ടായ ആ ദക്ഷൻ മനോസ്തനൂജ മനുവിൻ്റെ ആ സ്വയംഭൂ മനുവിൻ്റെ പുത്രിയായ വെച്ചാൽ ബ്രഹ്മാവിൻ്റെ ശരീരം 2ആയി വിഭജിച്ച് സ്വയംഭൂ മനുവും ശതരൂപയുമായെന്ന് മുൻപൊരു ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ സ്വയംഭൂ മനുവിൻ്റെ പുത്രിയായ ആ സ്വയംഭൂ മനുവിൻ്റെ പുത്രിയായ പ്രസൂതിയെ ലബ്ധ്വാ പ്രസൂതിയെ ലഭിച്ചിട്ട് ഷോഡശ അവളിൽ ഷോഡശ ചാപകന്യാഃ എന്ന് വെച്ചാൽ 16 പെൺമക്കൾ ഉണ്ടായി. ആ മനുവിൻ്റെ പുത്രിയായ പ്രസൂതിക്ക് 16 പെൺമക്കൾ ഉണ്ടായി. ധർമ്മേ ത്രയോദശ ദദൗ പിതൃഷു സ്വതാം ച. ആ 16 മക്കളിൽ ആ ധർമ്മദേവന് എന്നാണ്. ആ ധർമ്മദേവന് ബ്രഹ്മാവിൻ്റെ ശരീരത്തിൽ നിന്നുണ്ടായ ആ ധർമ്മദേവന് 16ൽ 13 പേരെയും വിവാഹം കഴിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. ആ 13 പേരെയും ധർമ്മദേവന് വിവാഹം കഴിച്ചു കൊടുത്തു. ബാക്കിയുള്ള 3 പേരാണ് ദദൗ പിതൃഷു സ്വതാം ച. ദദൗ പിതൃഷു എന്ന് വെച്ചാൽ പിതൃക്കൾക്ക് സ്വതായെയും ച സ്വാഹ എന്ന മകളെ ഹവിർഭുജി എന്ന് പറഞ്ഞാൽ അഗ്നിദേവനും സതി എന്ന മകളെ ഗിരിശേ ത്വദംശേ അങ്ങയുടെ അംശമായ ഗിരിശനും എന്ന് വെച്ചാൽ ശിവഭഗവാനും കൊടുത്തു എന്നാണ് പറയുന്നത്. മനുവിൻ്റെ അനന്തരം വിരിഞ്ചതനയഃ ദക്ഷഃ മനോതനൂജാം. ആ ബ്രഹ്മാവിൻ്റെ മകനായ ദക്ഷന് പ്രസൂതിയെ പത്നിയായി ലഭിച്ചിട്ട് അവളിൽ കൂടി ഷോഡശ ചാപകന്യാഃ 16 പെൺമക്കൾ ഉണ്ടായി. അതിൽ 13 പേരെയും ധർമ്മേ ത്രയോദശ 13 ആളെയും ദദൗ ധർമ്മദേവന് വിവാഹം കഴിച്ചു കൊടുത്തു. ബാക്കി 3 പേരിൽ സ്വതാം ച ആ സ്വതാം എന്ന മകളെ പിതൃക്കൾക്കും സ്വാഹ അഗ്നിദേവനും സതി എന്ന മകളെ ശിവഭഗവാനും കൊടുത്തു എന്നാണ് ഈ ശ്ലോകങ്ങളിൽ പറയുന്നത്. ദക്ഷോ വിരിഞ്ചതനയോഥ മനോസ്തനൂജാം ലബ്ധ്വാ പ്രസൂതിമിക ഷോഡശ ചാപകന്യാഃ ധർമ്മേ ത്രയോദശ ദദൗ പിതൃഷു സ്വതാം ച സ്വാഹാം ഹവിർഭുജി സതീം ഗിരിശേ ത്വദംശേ.